ഇന്ന് നമുക്ക് തന്നി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു നൂഡിൽസ് ഹെൽത്തി റെസിപ്പിയിലേക്ക് പോയാലോ? തന്നി ആ ഒരു നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നിറയെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മുടെ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ അതൊന്ന് ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണുള്ളത് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന നൂഡിൽസ് എല്ലാം നമ്മളിപ്പോൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ നൂഡിൽസാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു നൂഡിൽസ് തന്നെ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ എടുക്കുക. മറ്റേ നൂഡിൽസ് പറ്റുന്നതും എടുക്കാണ്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് നൂഡിൽസ് ഇട്ട് കൊടുത്ത് അപ്പാടെ നിങ്ങൾ സ്പൂൺ വെച്ചോ കയ്യിൽ വെച്ചോ ഒന്നും ഇളക്കരുത് കേട്ടോ. ഇച്ചിരി നേരം അങ്ങടെ കുതിർന്ന് നമ്മളിപ്പോൾ നനഞ്ഞ് വരില്ല, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ടീസ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അനക്കി കൊടുത്താൽ തന്നെ അതിങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരുന്നതായിട്ട് കാണാം. കണ്ടോ? ഈ ഒരു രീതിയിൽ കാണാം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. മാക്സിമം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. കൂടുതൽ വെന്ത് പൊട്ടി ഉടഞ്ഞു പോകാനൊന്നും പാടില്ല കേട്ടോ. ഓരോ കമ്പനിക്കാരുടെ നൂഡിൽസിന് ഓരോ വെന്ത് വരുന്നതിനൊരു വെറൈറ്റി ടൈം ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് ആയപ്പം ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ടീസ്പൂൺ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു നല്ലൊരു എന്താ പറയുക, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു നൂല് പോലെ കിട്ടും, ഒട്ടിപ്പിടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചതും ഇപ്പോൾ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മറ്റുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് ചൂട് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചൂട് പോയി കിട്ടും. ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഓയിൽ എല്ലാ ഭാഗത്തും ആയിട്ടില്ലെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ചൂടാറി വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ചെറിയൊരു പാത്രം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 മുട്ട ഞാനവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട അല്ലെങ്കിൽ നിങ്ങൾ നോൺ വെജ് പ്രോൺസ് ആയാലും ചിക്കൻ ആയാലും ഒക്കെ എടുക്കാട്ടോ ഇതിന്. ഇപ്പം ഞാനിപ്പം മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇച്ചിരി ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ഒന്ന് അതിൽ തൂകിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഡ്രൈ ആവരുത്, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റ് പോകുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ. ഒരു പൊടിക്ക് എന്താ പറയുക, ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ ആ മുട്ടക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക. കൂടുതലായിട്ട് ഡ്രൈ ആക്കരുത്. 3-4 മുട്ടയൊക്കെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മുട്ടയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചെറിയ ചെറിയ പീസസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഇത് മാത്രമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കയ്യിൽ സ്പ്രിംഗ് ഓനിയനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക, അത്രയും മതി. കൂടുതലായിട്ട് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂട് തട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒരു ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പും ഒരു ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടിപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് മുട്ട ആദ്യമേ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക്
മാറ്റിയിട്ട് ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കുക. ചൂട് പോയി കഴിഞ്ഞത് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.